എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ചർമ്മകാന്തിക്ക് വേണ്ടി നിരവധി കൃത്രിമമായി നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലുണ്ട്. അവയിൽ ചിലതൊക്കെ, എല്ലാമൊന്നുമില്ല, ചിലതൊക്കെ പ്രതികൂലമാകുന്നു. ബാഹ്യമായിട്ട് മാത്രമല്ല, ആന്തരികമായിട്ടും നമ്മുടെ ശരീരത്തെ പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. ഇവിടെയാണ് ഒരു സസ്യത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ദന്തപ്പാല അല്ലെങ്കിൽ അയ്യപ്പപ്പാല എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം, ഇതിൻ്റെ ഇലകളും തോലുമാണ് മരുന്നായി ഉപയോഗിക്കുന്നത്. ഇല കൊണ്ടുണ്ടാക്കുന്ന എണ്ണ സൊറിയാസിസിനെ, അതായത് ചർമ്മരോഗത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു രോഗമാണ് സൊറിയാസിസിനെ ഫംഗസ് മൂലം തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, വട്ടച്ചൊറി, പുഴുക്കടി, താരണം, കൂടാതെ ചർമ്മ വരൾച്ച എന്നിവയെ പ്രതിരോധിക്കുകയും ശമിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എണ്ണ തയ്യാറാക്കേണ്ട വിധം: ഒരു മൺചട്ടി എടുക്കുക, അതിൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക. ഏകദേശം 1/2 കിലോയോളം പൊടിപടലങ്ങളില്ലാത്ത ദന്തപ്പാലയുടെ പച്ചില ഇടുക. ശക്തമായ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് വെക്കുക. 2 ദിവസം കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ നിറം വയലറ്റ് ആകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വെളിച്ചെണ്ണയുടെ നിറം കടുത്ത ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നു. ഇത് ഔഷധമായിട്ട് മാറി. ഒരു കാരണവശാലും നമ്മൾ വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലോ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ നിറവും ഈ ഗുണവും കിട്ടണമെന്നില്ല. തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ കാരണം ഏകദേശം ഒരു 30 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നു. നമുക്ക് ഇന്ന് അറിയാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ മൊബൈലിൻ്റെ അമിത ഉപയോഗം ഉണ്ട്. 1 മണിക്കൂർ നമ്മൾ തുടർച്ചയായിട്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ചൂടാകും. അതേപോലെ തന്നെയാണ് നമ്മുടെ തലയുടെ അവസ്ഥയും. തുടർച്ചയായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ തലയോട്ടി തണുക്കപ്പെടും. സിന്തറ്റിക് കോസ്മെറ്റിക്കുകൾ നിർദ്ദേശാനുസരണം മാത്രം ഉപയോഗിക്കുക. പല ദിവസത്തെ ആസ്വാദന ലഹരിക്ക് നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ആത്മവിശ്വാസവും മനോധൈര്യവുമായിരിക്കും. തീർച്ചയായിട്ടും പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് സുരക്ഷിതമായ കവചങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക.